വെൽക്കം ബാക്ക്. ING ഫോംസ് ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റായോ ഒബ്ജക്റ്റായോ വരുമ്പോൾ നമ്മൾ അതിന് ജെറണ്ട് അല്ലെങ്കിൽ വെർബൽ നോൺ എന്ന് പറയും. ING ഫോംസിനെ തന്നെ നമുക്ക് വേർബ്സ് ആയും യൂസ് ചെയ്യാം. ഇങ്ങനെ ING ഫോംസ് വേർബ്സ് ആയി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് പറയുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നാണ്. പ്രസന്റ് പാർട്ടിസിപ്പിൾ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് വേർബ്സിന്റെ കണ്ടിന്യൂസ് ടെൻസ് ഫോംസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ എം റൈറ്റിംഗ്. ഇവിടുത്തെ റൈറ്റിംഗ് എന്ന ING ഫോം പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. അത് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഫോം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ആ സെന്റൻസിൽ യൂസ് ചെയ്തത്. ഹി ഹാസ് ബീൻ വെയിറ്റിംഗ്. ഇവിടെ വെയിറ്റിംഗ് എന്ന ING ഫോം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഫോം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ഇത് മാത്രമല്ല പ്രസന്റ് പാർട്ടിസിപ്പിളിന്റെ ഒരേ ഒരു യൂസ്. ആക്ച്വലി പ്രസന്റ് പാർട്ടിസിപ്പിൾസ് ഉപയോഗിച്ച് നമുക്ക് സെന്റൻസസിനെ കണക്ട് ചെയ്യാനും സാധിക്കും. കൺജങ്ഷൻസ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്ന പോലെ തന്നെ. പൊതുവെ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ സ്ട്രക്ചേഴ്സ് അധികം യൂസ് ചെയ്യാറില്ല. പക്ഷെ എഴുതുമ്പോൾ നമ്മുടെ റൈറ്റിങ്ങിനെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആക്കുന്ന, അതിന് കുറച്ചുകൂടി വെറൈറ്റി ആഡ് ചെയ്യുന്ന വളരെ യൂസ്ഫുൾ ആയ കണക്റ്റിംഗ് ഡിവൈസസ് ആണ് പ്രസന്റ് പാർട്ടിസിപ്പിൾസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിങ്ങനെ ബീയിങ്, ഹാവിങ് ബീൻ എല്ലാം ഉപയോഗിച്ച് എങ്ങനെ സെന്റൻസസ് കണക്ട് ചെയ്യാം എന്നാണ് നോക്കുന്നത്. വീഡിയോ മുഴുവനായി കാണുക. അപ്പോൾ നമുക്ക് നമ്മുടെ ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. 12 മണിക്കൂർ ഉറങ്ങിയതിനാൽ എനിക്ക് നല്ല ഉന്മേഷം തോന്നി. 12 മണിക്കൂർ ഞാൻ ഉറങ്ങി, അതുകൊണ്ടാണ് എനിക്ക് നല്ല ഉന്മേഷം തോന്നിയത്, റിഫ്രഷ്ഡ് ആയി എന്ന് തോന്നിയത്. ഇതിനെ നമുക്ക് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഇതിനെ 2 സെന്റൻസ് ആയി തന്നെ പറയാം. 12 മണിക്കൂർ ഞാൻ ഉറങ്ങി. അതെങ്ങനെ പറയും? I slept for 12 hours. ഞാൻ 12 മണിക്കൂർ ഉറങ്ങി. എനിക്ക് നല്ല ഉന്മേഷം തോന്നി. I felt refreshed അല്ലെങ്കിൽ marvelous, great, അതെല്ലാം നമുക്ക് പറയാം. 12 മണിക്കൂർ ഉറങ്ങിയത് കൊണ്ടാണ് എനിക്ക് നല്ല ഉന്മേഷം തോന്നിയത്. അതായത് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഉന്മേഷം തോന്നിയത്. ഇത് ഒരേ സമയം നടക്കുന്ന 2 ആക്ടിവിറ്റീസ് അല്ല. ഒന്ന് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒന്നിൻ്റെ റിസൾട്ടായാണ് രണ്ടാമത്തെ കാര്യം ഇവിടെ നടക്കുന്നത്. ഉറങ്ങുമ്പോൾ ഉന്മേഷം തോന്നി എന്നല്ല പറയുന്നത്, ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഉന്മേഷം തോന്നി എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള 2 ഐഡിയാസിനെ കണക്ട് ചെയ്യാൻ, അതായത് ഒരു പ്രവൃത്തി അത് കഴിഞ്ഞു, അതിനുശേഷം രണ്ടാമത്തെ പ്രവൃത്തി സ്റ്റാർട്ട് ചെയ്തു. പലപ്പോഴും ആദ്യത്തെ പ്രവൃത്തിയുടെ റിസൾട്ടായിട്ട് അല്ലെങ്കിൽ അതിനുശേഷം എന്ന രീതിയിൽ രണ്ടാമത്തെ ഒരു പ്രവൃത്തി നടന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഹാവിങ് പ്ലസ് V3 ആണ്. നമുക്കിത് ഇങ്ങനെ പറയാം. Having slept for 12 hours, I felt marvelous. Having slept for 12 hours, I felt marvelous. ഹാവിങ്ങിന് ശേഷം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് V3 ആണ്, ശ്രദ്ധിക്കണം. നമ്മളുടെ ആദ്യത്തെ സെന്റൻസിൽ നമ്മൾ ഉപയോഗിച്ചത് പാസ്റ്റ് ടെൻസ് ആണ്. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ രണ്ടും പറയുന്നത്. ഉറങ്ങി എന്നതും കഴിഞ്ഞ കാര്യമാണ്, നല്ലതുപോലെ ഉന്മേഷം തോന്നി എന്നതും കഴിഞ്ഞ കാര്യമാണ്. പാസ്റ്റ് ആണോ പ്രസന്റ് ആണോ എന്നത് ഇവിടെ നോക്കേണ്ട കാര്യമില്ല. പാസ്റ്റിലുള്ള കാര്യങ്ങളെ കണക്ട് ചെയ്യാനും പ്രസന്റിലുള്ള കാര്യങ്ങളെ കണക്ട് ചെയ്യാനും എല്ലാം നമുക്ക് ഇങ്ങനെ ഹാവിങ് പ്ലസ് V3 ഉപയോഗിക്കാം. അതിനനുസരിച്ച് മെയിൻ ക്ലോസിലുള്ള വെർബ് യൂസ് ചെയ്യണമെന്ന് മാത്രം. ഇവിടെ നമ്മൾ മെയിൻ ക്ലോസിൽ ഉപയോഗിച്ചത് പാസ്റ്റ് ടെൻസ് ആണ്. കാരണം കഴിഞ്ഞു പോയൊരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഫെൽറ്റ് എന്നത് പാസ്റ്റ് ടെൻസിലുള്ള ഒരു വെർബാണ്. അപ്പോൾ ഇവിടെ ഹാവിങ് ഉപയോഗിക്കാൻ കാരണം മനസ്സിലായല്ലോ. നമ്മളിങ്ങനെ ഒരു പ്രവൃത്തി പൂർണ്ണമായും കഴിഞ്ഞ് രണ്ടാമതൊരു പ്രവൃത്തി അല്ലെങ്കിൽ ആദ്യത്തെ പ്രവൃത്തിയുടെ റിസൾട്ടായി രണ്ടാമത്തെ കാര്യം നടന്നു എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഹാവിങ് പ്ലസ് V3 ഉപയോഗിക്കുന്നത്. ജോലി നഷ്ടപ്പെട്ടതിനാൽ അവൻ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഇത് ഇപ്പോഴുള്ള കാര്യമാണ്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ജോലി നഷ്ടപ്പെട്ടത് പാസ്റ്റിലാണ്. അതിന്റെ റിസൾട്ടായിട്ടാണ് ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. നമ്മളിവിടെ സംസാരിക്കുന്നത് പാസ്റ്റിൽ നടന്ന ഒരു പ്രവൃത്തിക്ക് ഇപ്പോഴും റിസൾട്ട് ഉണ്ട് എന്നല്ലേ നമുക്ക് പറയേണ്ടത്. അതായത് ജോലി നഷ്ടപ്പെട്ടു എന്ന സിറ്റുവേഷൻ ഇപ്പോഴും ട്രൂ ആണ്. അതുകൊണ്ടാണ് അവൻ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഐഡിയ എക്സ്പ്രസ് ചെയ്യാൻ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. ഹി ഹാസ് ലോസ്റ്റ് ഹിസ് ജോബ്. അവന് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് അവൻ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഹി ഈസ് ഫേസിങ് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം? ഹി കനോട്ട് മേക്ക് എൻഡ്സ് മീറ്റ്. ഇതൊരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ആണ്. മേക്ക് എൻഡ്സ് മീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ പണം നമ്മൾ സമ്പാദിക്കുന്നുണ്ട് എന്നർത്ഥം. അത് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് എന്ന അർത്ഥത്തിലാണ് കനോട്ട് മേക്ക് എൻഡ്സ് മീറ്റ് എന്ന് പറയുന്നത്. ഒരു ഇഡിയമാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹി ഈസ് ഫേസിങ് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് അങ്ങനെയും പറയാവുന്നതാണ്. നമ്മുടെ 2 സെന്റൻസസ് ഇതെല്ലാമാണ്. ഹി ഹാസ് ലോസ്റ്റ് ഹിസ് ജോബ്. അവന്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവിടെ ജോലി നഷ്ടപ്പെട്ടു എന്ന പ്രവൃത്തിയുടെ റിസൾട്ട് ആയിട്ടാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. ഇതിനെ കണക്ട് ചെയ്യാനും നമുക്ക് ഹാവിങ് പ്ലസ് V3 ഉപയോഗിക്കാം. നമുക്കിത് ഇങ്ങനെ പറയാം. ഹാവിങ് ലോസ്റ്റ് ഹിസ് ജോബ്, ഹി കനോട്ട് മേക്ക് എൻഡ്സ് മീറ്റ്. ഹാവിങ് ലോസ്റ്റ് ഹിസ് ജോബ്, ഹി കനോട്ട് മേക്ക് എൻഡ്സ് മീറ്റ്. എന്ത് ചെയ്യണമെന്നറിയാത്തതിനാൽ ഞാൻ വീട്ടിലേക്ക് പോയി. ഐ വെന്റ് ഹോം. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അതെങ്ങനെ പറയും? ഐ വെന്റ് ഹോം പാസ്റ്റിലാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ വീട്ടിലേക്ക് പോയി. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാമെന്ന് എങ്ങനെയാണ് നമ്മൾ പറയുക? ഐ നോ വാട്ട് ടു ഡു. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ നെഗറ്റീവ് ഉണ്ടാക്കാൻ ഡിഡിൻറ്റ് ഉപയോഗിക്കും. ഐ ഡിഡിൻറ്റ് നോ വാട്ട് ടു ഡു, ഐ വെന്റ് ഹോം. ഞാൻ വീട്ടിലേക്ക് പോയി.
ഇനി നമുക്കിതിനെ കണക്ട് ചെയ്യാം. എന്ത് ചെയ്യണമെന്ന് അറിയാത്തതിനാൽ ഞാൻ വീട്ടിലേക്ക് പോയി. അതെങ്ങനെ പറയും? ഇതിനെ നമുക്ക് കണക്ട് ചെയ്യാൻ ഹാവിങ് പ്ലസ് V3 ഉപയോഗിക്കേണ്ട, അങ്ങനെ ഉപയോഗിക്കരുത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ട് വീട്ടിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ഏകദേശം ഒരേ സമയത്ത് നടക്കുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ്. ഒന്ന് പൂർണ്ണമായും നടന്ന് കഴിഞ്ഞിട്ട് രണ്ടാമത് നടക്കുകയല്ല ചെയ്യുന്നത്. ഇതിനെ കണക്ട് ചെയ്യാൻ നമുക്ക് ആ നോ എന്ന വെർബിന്റെ ING ഫോം ഉപയോഗിച്ചാൽ മാത്രം മതി. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഡിഡിൻ നോ എന്നാണ്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നോട്ട് നോയിങ് അങ്ങനെയാണ് പറയുക. നോട്ട് നോയിങ് വാട്ട് ടു ഡു, എന്ത് ചെയ്യണമെന്ന് അറിയാത്തതിനാൽ ഐ വെന്റ് ഹോം, ഞാൻ വീട്ടിലേക്ക് പോയി. ഹാവിങ്ങും ബീയിങ്ങും മാത്രം ഉപയോഗിച്ചല്ല നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കും. മറ്റു വേർബ്സിന്റെ ING ഫോംസ് ഉപയോഗിച്ചും നമുക്ക് ഇങ്ങനെ സെന്റൻസസിനെ കണക്ട് ചെയ്യാൻ സാധിക്കും. സ്വത്തിൽ തന്റെ അവകാശം നിഷേധിക്കപ്പെട്ടതിൽ അവൾ കുപിതയാണ്. സ്വത്തിലുള്ള അവകാശം എന്ന് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? റൈറ്റ് ടു പ്രോപ്പർട്ടി. നിഷേധിക്കപ്പെട്ടു, നിഷേധിക്കുക, ഡിനൈ. അവൾക്ക് അവകാശം നിഷേധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഷീ ഹാസ് ബീൻ ഡിനൈഡ്. നമ്മളിവിടെ ഉപയോഗിച്ചത് പാസീവ് വെർബ് ഫോമാണ്. പാസീവ് വോയിസിനെ കുറിച്ച് അറിയാത്തവരെ നമ്മൾ അതിനെക്കുറിച്ച് ഒരു ക്ലാസ് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ചെയ്തൊരു വീഡിയോ ആണ്, വളരെ നല്ലൊരു വീഡിയോ ആണ്, അത് കണ്ടു നോക്കൂ. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പാസീവ് ഫോം നമ്മൾ ഉണ്ടാക്കുന്നത് ഹാസ് ബീൻ പ്ലസ് V3 ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് V3 ഉപയോഗിച്ചാണ്. ഇവിടെ അവൾക്ക് സ്വത്തവകാശം നിഷേധിച്ചു എന്ന് നമ്മൾ എങ്ങനെയാണ് പറയുക? ദേ ഹാവ് ഡിനൈഡ് ഹെർ റൈറ്റ് ടു ദ പ്രോപ്പർട്ടി. അതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് കിട്ടുക ഷീ ഹാസ് ബീൻ ഡിനൈഡ് ഹെർ റൈറ്റ് ടു ദ പ്രോപ്പർട്ടി എന്നാണ് കിട്ടുക. അവൾ കുപിതയാണ്, ഷീ ഈസ് ആംഗ്രി. അപ്പോൾ നമ്മുടെ രണ്ട് സെൻറ്റൻസസ് ഇങ്ങനെ വരാം. ഷീ ഈസ് ആംഗ്രി, അവൾക്ക് ദേഷ്യമുണ്ട്, അവൾ കുപിതയാണ്. ഷീ ഹാസ് ബീൻ ഡിനൈഡ് ഹെർ റൈറ്റ് ടു ദ പ്രോപ്പർട്ടി. ഷീ ഹാസ് ബീൻ ഡിനൈഡ് ഹെർ റൈറ്റ് ടു ദ പ്രോപ്പർട്ടി. ഇത് പാസീവ് വോയിസിലാണ് ഈ വെർബ് വന്നിട്ടുള്ളത്. ദേ ഹാവ് ഡിനൈഡ്, അതാണ് അതിൻ്റെ ആക്റ്റീവ് ഫോം. അവൾക്ക് അവകാശം നിഷേധിച്ചു. അതിൻ്റെ പാസീവ് ഫോമാണ് ഷീ ഹാസ് ബീൻ ഡിനൈഡ് എന്നത്. നമുക്കിതിനെ കണക്ട് ചെയ്യണം. ഇവിടെ ആ സ്വത്ത് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവൾ കുപിതയാണ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ ഹാസ് ബീൻ ഡിനൈഡ് കണ്ടല്ലോ, ആ ഹാസിനെ ഹാവിങ് ആക്കി മാറ്റിയാൽ മാത്രം മതി. നമുക്കിതിനെ ഇങ്ങനെ കണക്ട് ചെയ്യാം. ഹാസ് ബീൻ നിങ്ങൾക്ക് സെന്റൻസിൽ കാണുകയാണ്, അല്ലെങ്കിൽ ഹാവ് ബീൻ നിങ്ങൾക്ക് സെന്റൻസിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ അതിനെ കണക്ട് ചെയ്യാൻ ആ ഹാസിനെ അല്ലെങ്കിൽ ഹാവിനെ ഹാവിങ് ആക്കി മാറ്റിയാൽ മാത്രം മതി. നമുക്കിത് ഇങ്ങനെ പറയാം. ഷീ ഈസ് ആംഗ്രി അബൌട്ട് ഹാവിങ് ബീൻ ഡിനൈഡ് ഹെർ റൈറ്റ് ടു ദ പ്രോപ്പർട്ടി. ഹാസ് ബീൻ ഡിനൈഡ് എന്നതിന് പകരം നമ്മൾ ഹാവിങ് ബീൻ ഡിനൈഡ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ സെൻറ്റൻസസിനെ കണക്ട് ചെയ്യുന്നത്. ഷീ ഈസ് ആംഗ്രി അബൌട്ട് ഹാവിങ് ബീൻ ഡിനൈഡ് ഹെർ റൈറ്റ് ടു ദ പ്രോപ്പർട്ടി. ക്ഷണിക്കപ്പെടാത്തതിനെ ചൊല്ലി അവർ കുപിതരാണ്. അവർ ദേഷ്യത്തിലാണ്. ദേ ആർ ആംഗ്രി. എന്താണ് കാരണം? അവരെ ക്ഷണിച്ചിട്ടില്ല. ദേ ഹാവ് നോട്ട് ബീൻ ഇൻവൈറ്റഡ്. ഇതും പാസീവ് വെർബ് ഫോമാണ്. ആരോ അവരെ ക്ഷണിച്ചിട്ടില്ല. സംബഡി ഹാസ് നോട്ട് ഇൻവൈറ്റഡ് ദം, അതാണ് അതിൻ്റെ ആക്റ്റീവ് ഫോം. പാസീവ് ഫോമിൽ പറയുമ്പോൾ ഹാസ് നോട്ട് ഇൻവൈറ്റഡ് എന്നതിൻ്റെ പാസീവ് ഫോമാണ് ഹാസ് നോട്ട് ബീൻ ഇൻവൈറ്റഡ്. ഇവിടെ സബ്ജക്റ്റ് ദേ ആയത് കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് ഹാവ് നോട്ട് ബീൻ ഇൻവൈറ്റഡ് ആണ്. ദേ ആർ ആംഗ്രി, ദേ ഹാവ് നോട്ട് ബീൻ ഇൻവൈറ്റഡ്. ഞാൻ പറഞ്ഞല്ലോ, പ്രസന്റ് പെർഫെക്റ്റിലെ പാസീവ് ഫോം നമ്മൾ ഉണ്ടാക്കുന്നത് ഹാസ് ബീൻ പ്ലസ് V3 അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് V3 ആണ്. അത് ഓർത്തിരുന്നാൽ മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ദേ ഹാവ് നോട്ട് ബീൻ ഇൻവൈറ്റഡ്, അവർ ക്ഷണിക്കപ്പെട്ടിട്ടില്ല. അതിൽ അവർക്ക് ദേഷ്യവും ഉണ്ട് എന്നാണ് നമുക്ക് പറയേണ്ടത്. ദേ ആർ ആംഗ്രി അബൌട്ട് നോട്ട് ഹാവിങ് ബീൻ ഇൻവൈറ്റഡ്. ഇവിടെ നമ്മളൊരു നോട്ടും കൂടി ഉപയോഗിക്കുന്നുണ്ട് ഹാവിങ് ബീന് മുന്നിൽ. ബാക്കി ആ ഹാവ് ബീൻ എന്നതിന് പകരം നമ്മൾ ഹാവിങ് ബീൻ എന്നെഴുതി. വേറെ വ്യത്യാസമൊന്നുമില്ല. ദേ ആർ ആംഗ്രി അബൌട്ട് നോട്ട് ഹാവിങ് ബീൻ ഇൻവൈറ്റഡ്. ക്ഷണിക്കപ്പെടാത്തതിൽ അവർക്ക് ദേഷ്യമുണ്ട്. ഹാവ് നോട്ട് ബീൻ ഇൻവൈറ്റഡ് എന്നതിനെയാണ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നോട്ട് ഹാവിങ് ബീൻ ഇൻവൈറ്റഡ് എന്ന് പറയുന്നത്. ആ നോട്ടിനെ എടുത്ത് ഹാവിന് മുന്നിലാണ് വെക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഹാവിങ് ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഹാവിങ്ങിന് ശേഷം എപ്പോഴും V3 തന്നെ വരണം. ബി എന്ന വെർബിന്റെ V3 ആണ് ബീൻ. പ്രൊമോഷൻ ലഭിച്ചതിൽ അവൾ ഹാപ്പിയാണ്. പ്രൊമോഷൻ ലഭിച്ചു. ഷീ ഗോട്ട് എ പ്രൊമോഷൻ, അല്ലെങ്കിൽ എന്ത് പറയാം? ഷീ ഹാസ് ബീൻ പ്രൊമോട്ടഡ്. ഷീ ഹാസ് ബീൻ പ്രൊമോട്ടഡ് എന്ന് വരുമ്പോഴാണ് നമുക്കിതിനെ ഹാവിങ് ബീൻ ഉപയോഗിച്ച് കണക്ട് ചെയ്യാൻ എളുപ്പം. ഷീ ഹാസ് ബീൻ പ്രൊമോട്ടഡ്. ദേ ഹാവ് പ്രൊമോട്ടഡ് ഹെർ എന്നതാണ് അതിന്റെ ആക്റ്റീവ് ഫോം. ദേ അല്ലെങ്കിൽ അവളുടെ എംപ്ലോയർ ആരോ, ഹെർ എംപ്ലോയർ ഹാസ് പ്രൊമോട്ടഡ് ഹെർ. അതിന്റെ പാസീവ് ഫോമാണ് ഷീ ഹാസ് ബീൻ പ്രൊമോട്ടഡ് എന്നത്. ഷീ ഈസ് ഹാപ്പി. ഇതാണ് നമ്മുടെ രണ്ട് സെന്റൻസസ്. ഷീ ഈസ് ഹാപ്പി, ഷീ ഹാസ് ബീൻ പ്രൊമോട്ടഡ്. നമുക്ക് ഇതിനെയും ഹാവിങ് ബീൻ ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ഇങ്ങനെ ഹാസ് ബീൻ വരുന്ന ഒരു സെന്റൻസിനെയാണ് നമ്മൾ ഹാവിങ് ബീൻ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നത്. ഷീ ഈസ് ഹാപ്പി അബൌട്ട് ഹാവിങ് ബീൻ പ്രൊമോട്ടഡ്. അവള് പ്രൊമോഷൻ ലഭിച്ചതിൽ സന്തുഷ്ടയാണ്. ഷീ ഈസ്
ഹാപ്പി എബൌട്ട് ഹാവിങ് ബീൻ പ്രൊമോട്ടഡ്. ആ ഹാസ് ബീൻ പ്രൊമോട്ടഡ് എന്നതിന് പകരം നമ്മൾ ഹാവിങ് ബീൻ പ്രൊമോട്ടഡ് എന്ന് എഴുതി. അങ്ങനെ നമ്മൾ ആ സെന്റൻസിനെ കണക്ട് ചെയ്യുകയും ചെയ്തു. ഷീ ഈസ് ഹാപ്പി എബൌട്ട് ഹാവിങ് ബീൻ പ്രൊമോട്ടഡ്. നമുക്ക് ഇത് തന്നെ ഹാവിങ് ബീന് പകരം ടു ഹാവ് ബീൻ പ്രൊമോട്ടഡ് എന്നും പറയാം. ഇവിടെ ഹാവിങ് ബീൻ എന്നത് ING ഫോം ആണ്. രണ്ടാമത്തെ സെന്റൻസിൽ നമ്മൾ യൂസ് ചെയ്തത് ഇൻഫിനിറ്റീവ് ആണ് എന്ന് മാത്രം. ഷീ ഈസ് ഹാപ്പി ടു ഹാവ് ബീൻ പ്രൊമോട്ടഡ് അങ്ങനെയും പറയാവുന്നതാണ്. ഇത് എല്ലായ്പ്പോഴും സാധ്യമല്ല, പക്ഷെ പല സാഹചര്യങ്ങളിലും ഇത് സാധ്യമാണ്. പണം മുഴുവൻ നഷ്ടപ്പെട്ടതിനാൽ ഞാൻ വീട്ടിലേക്ക് പോയി. പണം മുഴുവൻ നഷ്ടപ്പെട്ടു. ഐ ലോസ്റ്റ് ഓൾ മൈ മണി. ഞാൻ വീട്ടിലേക്ക് പോയി. ഐ വെന്റ് ഹോം. പണം മുഴുവൻ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് പോയത്. ഒരു ആക്ഷൻ ആദ്യം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനുശേഷമാണ് രണ്ടാമത്തെ ആക്ഷൻ നടന്നത്. ഇതിനെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും? പണം നഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് പോയി, അതായത് ഒരു ആക്ഷൻ സംഭവിച്ച് അതിന് ശേഷമാണ് രണ്ടാമത്തെ ആക്ഷൻ സംഭവിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഹാവിങ് പ്ലസ് V3 ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ഹാവിങ് ലോസ്റ്റ് ഓൾ മൈ മണി ഐ വെന്റ് ഹോം. പണം മുഴുവൻ നഷ്ടപ്പെട്ടതിനാൽ ഞാൻ വീട്ടിലേക്ക് പോയി. ഹാവിങ് ലോസ്റ്റ് ഓൾ മൈ മണി ഐ വെന്റ് ഹോം. ഇവിടെ നമ്മൾ ഹാവിങ് പ്ലസ് V3 ഉപയോഗിച്ചാണ് ഇതിനെ കണക്ട് ചെയ്യുന്നത്. ഇത് തന്നെ ഈ സെന്റൻസസ് തന്നെ നമുക്ക് മറ്റു രീതിയിലും കണക്ട് ചെയ്യാം. ഐ വെന്റ് ഹോം ബിക്കോസ് ഐ ലോസ്റ്റ് ഓൾ മൈ മണി എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ലോസ്റ്റ് ഓൾ മൈ മണി ആൻഡ് ഐ വെന്റ് ഹോം എന്ന് പറയാം. ഇതിലൊക്കെയുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിനെ ബിക്കോസ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. ബിക്കോസ് ഉപയോഗിച്ച്, ബിക്കോസ് ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. ഡീറ്റെയിൽ ആയിട്ടൊന്നും അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല. അങ്ങനെ ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് രണ്ട് ക്ലോസസിനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. നമ്മളിതിനെ ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ ഐ ലോസ്റ്റ് ഓൾ മൈ മണി ആൻഡ് ഐ വെന്റ് ഹോം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. ആൻഡ് ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് രണ്ട് ക്ലോസസിനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കോമ്പൗണ്ട് സെന്റൻസ് ആണ് കിട്ടുക. ഇത് സെന്റൻസ് അനാലിസിസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ ഇപ്പോൾ നമുക്ക് എഴുതാനോ സംസാരിക്കാനോ ഒന്നും വേണ്ടി ഇങ്ങനെ കോംപ്ലക്സ് സെന്റൻസ്, കോമ്പൗണ്ട് സെന്റൻസ് തമ്മിലുള്ള ഡിഫറൻസ് ഒന്നും അറിയണമെന്ന് നിർബന്ധമില്ല. നമ്മളിവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് രണ്ട് ക്ലോസസിനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സിമ്പിൾ സെന്റൻസ് ആണ്. കാരണം ഈ സെന്റൻസിനകത്ത് ഒറ്റ വെർബേ ഉള്ളൂ. ഹാവിങ് ലോസ്റ്റ് എന്നത് നമ്മൾ ഒരു ഫൈനൈറ്റ് വെർബായി കൺസിഡർ ചെയ്യുന്നില്ല, അതൊരു നോൺ ഫൈനൈറ്റ് വെർബാണ്. ഒരു സെന്റൻസിനകത്ത് എത്ര ഫൈനൈറ്റ് വെർബ് ഉണ്ട് എന്നതിനനുസരിച്ചിരിക്കും അതിൽ എത്ര ക്ലോസ് ഉണ്ട് എന്നത്. ഫൈനൈറ്റ് വെർബ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റിനനുസരിച്ച് രൂപം മാറുന്നവരാണ്. സബ്ജക്റ്റ് ഹി ആണെങ്കിൽ ഫൈനൈറ്റ് വെർബ് പ്രസന്റ് ടെൻസിൽ അതിന്റെ കൂടെ ഒരു എസ് എടുക്കും. അതുപോലെ തന്നെ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ നമ്മൾ ഈസ്, വാസ് അതെല്ലാമാണ് യൂസ് ചെയ്യുക. ഇതെല്ലാം ഫൈനൈറ്റ് വെർബ്സ് ആണ്. പക്ഷെ ഇൻഫിനിറ്റീവ്സ് അല്ലെങ്കിൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ, ജെറണ്ട്സ് ഇതൊന്നും ഫൈനൈറ്റ് വെർബ്സ് അല്ല, നോൺ ഫൈനൈറ്റ് വെർബ്സ് ആണ്. അപ്പോൾ നമ്മളൊരു സെന്റൻസിനകത്ത് എത്ര ക്ലോസ് ഉണ്ട് എന്നറിയാൻ അതിൽ എത്ര ഫൈനൈറ്റ് വെർബ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഫൈനൈറ്റ് വെർബ്സിനെ കുറിച്ചും നോൺ ഫൈനൈറ്റ് വെർബ്സിനെ കുറിച്ചും നമ്മൾ നേരത്തെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ ആ വീഡിയോയും അതുപോലെ തന്നെ പാസീവ് വോയിസിനെ കുറിച്ചുള്ള വീഡിയോയും കണ്ടു നോക്കും. അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ ഇങ്ങനെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക സിമ്പിൾ സെന്റൻസസ് ആണ്. ഇംഗ്ലീഷിലെ സെന്റൻസസ് മെയിൻലി സിമ്പിൾ, കോംപ്ലക്സ്, കോമ്പൗണ്ട് അങ്ങനെയാണ് അതിനെ മെയിൻലി ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിമ്പിൾ സെന്റൻസിനകത്ത് ഒരു ഫൈനൈറ്റ് വെർബേ കാണും. കോംപ്ലക്സ് സെന്റൻസിനകത്ത് ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും കാണും. അതായത് അതിനകത്ത് രണ്ടോ അതിൽ കൂടുതലോ ഫൈനൈറ്റ് വെർബ്സ് കാണും. കോമ്പൗണ്ട് സെന്റൻസിൽ ഒരേ റാങ്കുള്ള രണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ക്ലോസസ് കാണും. ഒരേ കാര്യം തന്നെ നമുക്ക് പല രീതിയിൽ പറയാൻ സാധിക്കും. ഇത് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് എങ്ങനെ കണക്ട് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ക്ലാസ് ആണ്. അതുകൊണ്ടാണ് ഇതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മറ്റ് കൺജങ്ഷൻസ് ഉപയോഗിച്ചും നമുക്ക് ഈ ക്ലോസസിനെ കണക്ട് ചെയ്യാൻ സാധിക്കും. പണം എടുത്തുവെന്ന് അവർ സമ്മതിച്ചു. അവർ സമ്മതിച്ചു. ദേ അഡ്മിറ്റഡ്. അവരെന്താവും സമ്മതിച്ചിട്ടുണ്ടാവുക? വി ഹാവ് ടേക്കൺ ദ മണി, അല്ലെങ്കിൽ വി ടുക്ക് ദ മണി എന്ന് പറയും, അല്ലെങ്കിൽ വി സ്റ്റോൾ ദ മണി എന്ന് പറയും, അല്ലേ? പണം ഞങ്ങൾ മോഷ്ടിച്ചു. ഇതിനെയും നമുക്ക് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് ING ഫോം ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ദേ അഡ്മിറ്റഡ് ഹാവിങ് സ്റ്റോളൻ ദ മണി. വി ഹാവ് സ്റ്റോളൻ എന്നാണ് അവർ പറഞ്ഞതെങ്കിൽ അതിന് പകരമായിട്ടാണ് നമ്മളിവിടെ ഹാവിങ് സ്റ്റോളൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ ഹാവിങ് സ്റ്റോളൻ നിർബന്ധമില്ല. ദേ അഡ്മിറ്റഡ് സ്റ്റീലിംഗ് ദ മണി എന്ന് പറഞ്ഞാലും മതി. അതായത് ഹാവിങ് സ്റ്റോളൻ, ഹാവിങ് പ്ലസ് V3 തന്നെ ഉപയോഗിക്കണമെന്ന് എല്ലാ സെന്റൻസസിലും നിർബന്ധമില്ല. ചിലപ്പോൾ നമുക്കത് വേണ്ടി വരും. ഒരു ആക്ഷൻ കഴിഞ്ഞതിന് ശേഷം മറ്റൊരു ആക്ഷൻ എന്ന രീതിയിൽ പറയുമ്പോൾ, അതായത് ആദ്യത്തെ ആക്ഷൻ ഫുള്ളി കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ രണ്ടാമതൊരു കാര്യം നടന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ മെയിൻലി ഹാവിങ് പ്ലസ് V3 ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആ വെർബിന്റെ ING ഫോം മാത്രമേ ഉപയോഗിക്കണ്ടൂ. ചില സാഹചര്യങ്ങളിൽ നമുക്കിത് രണ്ടും ഉപയോഗിക്കാൻ സാധിക്കും. ദേ അഡ്മിറ്റഡ് സ്റ്റീലിംഗ് ദ മണി എന്നും നമുക്കിവിടെ പറയാം, അല്ലെങ്കിൽ ദേ അഡ്മിറ്റഡ് ഹാവിങ് സ്റ്റോളൻ ദ മണി എന്നും പറയാവുന്നതാണ്. ബോറടിച്ചതിനാൽ ഞാൻ ഒരു സിനിമ കാണാൻ തീരുമാനിച്ചു. എനിക്ക് ബോറടിച്ചു. ഐ ഫെൽറ്റ് ബോർഡ്. ഞാൻ ഒരു സിനിമ കാണാൻ തീരുമാനിച്ചു. ഐ ഡിസൈഡഡ് ടു വാച്ച് എ മൂവി. ഇതാണ് നമ്മുടെ രണ്ട് സെന്റൻസസ്. നമുക്കിനി ഇതിനെ കണക്ട് ചെയ്യാം. ഹാവിങ്ങും ബീയിങ്ങും ഒന്നും ആവശ്യമില്ല. ബീയും വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഐ വാസ് ബോർഡ് ആയിരുന്നു നമ്മുടെ സെന്റൻസ് എങ്കിൽ അതും ഉപയോഗിക്കാവുന്നതാണ് നമുക്ക്.
ഐ വാസ് ബോർഡിന് പകരം നമുക്ക് ബീയിങ് ബോർഡ് എന്ന് പറയാം. ആ വാസ് എന്ന് പറയുന്ന ബീയുടെ ഒരു ഫോമാണ്. അപ്പോൾ ആ വാസിന് പകരം നമുക്ക് അവിടെ ബീയിങ് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള വെർബ്, ആദ്യത്തെ സെൻറ്റൻസിൽ ഉപയോഗിച്ച വെർബ് ഫെൽറ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ING ഫോം ഉപയോഗിച്ച് ഇതിനെ കണക്ട് ചെയ്യാം. ഫീലിംഗ് ബോർഡ്, ഐ ഡിസൈഡഡ് ടു വാച്ച് എ മൂവി. ബോർ അടിച്ചതിനാൽ ഞാൻ ഒരു സിനിമ കാണാൻ തീരുമാനിച്ചു. ഐ ഫെൽറ്റ് ബോർഡ് എന്നതിന് പകരമാണ് നമ്മളിവിടെ പറയുന്നത് ഫീലിംഗ് ബോർഡ്. ഐ ഡിസൈഡഡ് ടു വാച്ച് എ മൂവി. ബീയിങ് ബോർഡ് എന്ന് പറഞ്ഞാലും തെറ്റല്ല. പേടിച്ചു പോയ കുഞ്ഞ് കരയാൻ തുടങ്ങി. കുഞ്ഞ് പേടിച്ചു പോയി. ദ ചൈൽഡ് വാസ് ഫ്രൈറ്റൻഡ് അല്ലെങ്കിൽ വാസ് സ്കെയർഡ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, ദ ചൈൽഡ് ഫെൽറ്റ് സ്കെയർഡ് എന്ന് പറയാം. കുട്ടി കരയാൻ തുടങ്ങി. ദ ചൈൽഡ് സ്റ്റാർട്ടഡ് ക്രൈങ്. നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും? ഫീലിംഗ് സ്കെയർഡ് എന്ന് വെച്ച് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ബീയിങ് സ്കെയർഡ് എന്ന് വെച്ചും കണക്ട് ചെയ്യാം. വാസാണ് നമ്മളുടെ സെന്റൻസ് എങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് ബീയിങ് ഉപയോഗിക്കാം. വാസിന്റെ ING ഫോം ആണ്. വാസിന് ING ഫോം ആയിട്ട് വാസിങ് ഇല്ല, അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ബീയിങ് ആണ്. ഈസ്, ആം, ആർ, വാസ്, വെർ ഇതിന്റെ എല്ലാ ING ഫോം ആണ് ബീയിങ്. ഫീലിംഗ് സ്കെയർഡ്, അതും അല്ലെങ്കിൽ ബീയിങ് സ്കെയർഡ്. ദ ചൈൽഡ് സ്റ്റാർട്ടഡ് ക്രൈങ്. ഫീലിംഗ് സ്കെയർഡ്, ദ ചൈൽഡ് സ്റ്റാർട്ടഡ് ക്രൈങ്. കുട്ടി പേടിച്ച് കരയാൻ തുടങ്ങി. പേടിച്ചത് കൊണ്ട് കുട്ടി കരയാൻ തുടങ്ങി. ഇവിടെ പേടിക്കുന്നതും കരയുന്നതും ഒക്കെ ഒരേ സമയം നടക്കുന്ന റിസൾട്ടാണ്. ആദ്യം പേടി തോന്നി, പിന്നെ അതിനുശേഷം കുഞ്ഞ് കരഞ്ഞു, അങ്ങനെയല്ല. ആ പേടി തോന്നുന്ന സമയം തന്നെയാണ് കുട്ടി കരയുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഹാവിങ് ഉപയോഗിക്കാത്തത്. ഹാവിങ് നമ്മൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ ഒരു ആക്ഷൻ പൂർണ്ണമായും നടന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ ആക്ഷൻ സംഭവിച്ചു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഹാവിങ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരുമിച്ച് നടക്കുന്ന രണ്ട് ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹാവിങ് പ്ലസ് V3 ഉപയോഗിച്ചല്ല കണക്ട് ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ ഒരു സിമ്പിൾ ING ഫോമേ യൂസ് ചെയ്യുന്നുള്ളൂ. വിശപ്പും ക്ഷീണവും ഉണ്ടായിരുന്നതിനാൽ എനിക്ക് ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് വിശപ്പും ക്ഷീണവും ഉണ്ടായിരുന്നു. ഐ വാസ് ഹംഗ്രി ആൻഡ് ടയേർഡ്. എനിക്ക് ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡ് നോട്ട് ഫോക്കസ് ഓൺ മൈ വർക്ക്. ഇതാണ് നമ്മുടെ രണ്ട് സെന്റൻസസ്. ഐ വാസ് ഹംഗ്രി ആൻഡ് ടയേർഡ്. ഐ കുഡ് നോട്ട് ഫോക്കസ് ഓൺ മൈ വർക്ക്. ഇവിടെ ഐ വാസ് ഹംഗ്രി ആൻഡ് ടയേർഡ് എന്നതിന് പകരം നമുക്ക് ആ വാസിന് പകരം ബീയിങ് ഉപയോഗിക്കാം. ഐ വാസിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? ബീയിങ് എന്ന് മാത്രം ഉപയോഗിക്കാം. ബീയിങ് ഹംഗ്രി ആൻഡ് ടയേർഡ്, ഐ കുഡ് നോട്ട് ഫോക്കസ് ഓൺ മൈ വർക്ക്. ഐ വാസ് ഹംഗ്രി ആൻഡ് ടയേർഡ് എന്നതിന് പകരം നമ്മൾ ബീയിങ് ഹംഗ്രി ആൻഡ് ടയേർഡ് എന്ന് പറഞ്ഞു. വാസിന് പകരമാണ് ഇവിടെ നമ്മൾ ബീയിങ് ഉപയോഗിച്ചിട്ടുള്ളത്. വാസ് എന്ന് പറയുന്നത് ബീയുടെ ഒരു ഫോമാണ്. അപ്പൊ അതിന്റെ ING ഫോം ആണ് ബീയിങ്. ഫസ്റ്റ് പ്രൈസ് ലഭിച്ചതിൽ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഐ വൺ ദ ഫസ്റ്റ് പ്രൈസ്. എനിക്ക് ഫസ്റ്റ് പ്രൈസ് ലഭിച്ചു. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഐ ഫെൽറ്റ് ഹാപ്പി അല്ലെങ്കിൽ ഐ ഫെൽറ്റ് അലൈറ്റഡ്. ഇതെങ്ങനെ കണക്ട് ചെയ്യും? ഫസ്റ്റ് പ്രൈസ് ആദ്യം ലഭിച്ചു, അതിനുശേഷം സന്തോഷം തോന്നി, അങ്ങനെയല്ലേ? ഒരു ആക്ഷൻ ഇവിടെ മറ്റേ ആക്ഷനിലേക്ക് ലീഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഹാവിംഗ് വൺ ദ ഫസ്റ്റ് പ്രൈസ്, ഐ ഫെൽറ്റ് ഹാപ്പി. ഹാവിംഗ് വൺ ദ ഫസ്റ്റ് പ്രൈസ്, ഐ ഫെൽറ്റ് ഹാപ്പി. സന്ദേശം കൈമാറിയ ശേഷം അയാൾ പോയി. അയാൾ സന്ദേശം നൽകി. ഹി ഡെലിവേർഡ് ദ മെസ്സേജ്. അയാൾ പോയി. ഹി ലെഫ്റ്റ് അല്ലെങ്കിൽ ഹി ഡിപ്പാർട്ടഡ്. ഇവിടെ അയാൾ വന്നു, അയാൾ സന്ദേശം നൽകി, എന്നിട്ട് അയാൾ പോയി. ഒരു ആക്ഷൻ പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് രണ്ടാമത്തെ ആക്ഷൻ നടന്നത്. അതായത് സന്ദേശം ഡെലിവറി ചെയ്തതിന് ശേഷമാണ് അയാൾ പോയത്. ഒരു ആക്ഷൻ നടക്കുമ്പോൾ തന്നെ രണ്ടാമത്തെ ആക്ഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കണക്ട് ചെയ്യാൻ ഡെലിവറിങ് ദ മെസ്സേജ് എന്നല്ല നമ്മൾ പറയുന്നത്. അതിന് പകരം ഹാവിംഗ് ഡെലിവേർഡ് ദ മെസ്സേജ് എന്നാണ് പറയുന്നത്. സന്ദേശം കൈമാറിയതിന് ശേഷം. ഹാവിംഗ് ഡെലിവേർഡ് ദ മെസ്സേജ്, ഹി ഡിപ്പാർട്ടഡ്. ഡെലിവറിങ് ദ മെസ്സേജ് ഹി ഡിപ്പാർട്ടഡ് എന്നല്ല പറയേണ്ടത്. ഹാവിംഗ് ഡെലിവേർഡ് ദ മെസ്സേജ് ഹി ഡിപ്പാർട്ടഡ്. ഇവിടെ ഒരു ആക്ഷൻ പൂർണ്ണമായും കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് രണ്ടാമത്തെ ആക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഹാവിംഗ് പ്ലസ് V3 ആണ്. ING ഫോം മാത്രം ഉപയോഗിച്ചാൽ പോരാ. ഉച്ചത്തിൽ വാതിലിൽ മുട്ടി അയാൾ അകത്തേക്ക് പ്രവേശിക്കണം എന്നാവശ്യപ്പെട്ടു. അയാളെ പ്രവേശിപ്പിക്കണം എന്നയാൾ ആവശ്യപ്പെട്ടു. അയാൾ ഉച്ചത്തിൽ വാതിലിൽ മുട്ടി. അതെങ്ങനെ പറയും? ഹി നോക്ക്ഡ് ലൗഡ്ലി ഓൺ ദ ഡോർ. അയാൾ അകത്തേക്ക് പ്രവേശിക്കണം, എന്നെ അകത്തേക്ക് കയറ്റണം എന്നയാൾ പറഞ്ഞു. ഹി ഡിമാൻഡഡ് അഡ്മിഷൻ. അകത്തേക്ക് കയറ്റണം എന്നയാൾ പറഞ്ഞു എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ സിമ്പിളായി ഹി ഡിമാൻഡഡ് അഡ്മിഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ രണ്ട് ക്ലോസസ്. ഹി നോക്ക്ഡ് ലൗഡ്ലി അറ്റ് ദ ഡോർ. ഹി ഡിമാൻഡഡ് അഡ്മിഷൻ. ഇവിടെ ഈ രണ്ട് ആക്ടിവിറ്റിയും ഒരേ സമയത്താണ് നടക്കുന്നത്. അയാൾ വാതിലിൽ മുട്ടിയിട്ട് എന്നെ അകത്തേക്ക് പ്രവേശിപ്പിക്കൂ എന്ന് പറയാം. ഒരു ആക്ഷൻ കഴിഞ്ഞ അടുത്ത ആക്ഷൻ നടക്കുകയല്ല ചെയ്യുന്നത്, അല്ലേ? ഇത് ഒരേ സമയം നടക്കുന്ന രണ്ട് ആക്ടിവിറ്റീസാണ്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ എങ്ങനെ കണക്ട് ചെയ്യാം? നമ്മൾ ഹാവിംഗ് നോക്ക്ഡ് എന്നൊന്നും പറയണ്ട. അതിന് പകരം നോക്ക് എന്ന വെർബിൻ്റെ ING ഫോം മാത്രം ഉപയോഗിച്ചാൽ മതി. നോക്കിംഗ് ലൗഡ്ലി അറ്റ് ദ ഡോർ, ഹി ഡിമാൻഡഡ് അഡ്മിഷൻ. നോക്കിംഗ് ലൗഡ്ലി അറ്റ് ദ ഡോർ, ഹി ഡിമാൻഡഡ് അഡ്മിഷൻ. ഇത് ഒരേ സമയം നടക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ING ഫോം മാത്രം ഉപയോഗിച്ചത്. അതൊരു ചൂട് കൂടുതലുള്ള ദിവസമായതിനാൽ ഞങ്ങൾ ഔട്ടിംഗ് ക്യാൻസൽ ചെയ്തു.
ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ ING ഫോം ഉപയോഗിച്ച് കണക്ട് ചെയ്യുക രണ്ട് ക്ലോസിൻ്റെയും സബ്ജക്റ്റ് ഒരേ വ്യക്തി അല്ലെങ്കിൽ ഒരേ വസ്തു ആവുമ്പോഴാണ് എന്നാണ്. ആക്ച്വലി അങ്ങനെ അല്ലാത്ത സാഹചര്യങ്ങളിലും നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. പക്ഷെ അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ അല്പം ഡിഫറെൻ്റ് ആണ്. അതൊരു ചൂട് കൂടുതലുള്ള ദിവസമായിരുന്നു. ഇറ്റ് വാസ് എ ഹോട്ട് ഡേ അല്ലേ. ഞങ്ങൾ ഔട്ടിംഗ് ക്യാൻസൽ ചെയ്തു. വി ക്യാൻസൽഡ് ദ ഔട്ടിംഗ് അല്ലെങ്കിൽ പിക്നിക്. ഇറ്റ് വാസ് എ ഹോട്ട് ഡേ വി ക്യാൻസൽ ദ പിക്നിക്. ഇവിടുത്തെ ക്ലോസുകളിൽ ആദ്യത്തെ ക്ലോസിന്റെ സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇറ്റ് ആണ്. രണ്ടാമത്തെ ക്ലോസിന്റെ സബ്ജക്റ്റ് വി ആണ്. നമുക്ക് ഇതിനെയും ING ഫോം ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ഇങ്ങനെ വരുമ്പോൾ ആ വാസിന് പകരം നമ്മളവിടെ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ബീയിങ് ആണ്. നമുക്ക് ഇറ്റും അവിടെ ഉപയോഗിക്കണം. ഐ വാസ് ഹംഗ്രി എന്നതിനെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ബീയിങ് ഹംഗ്രി എന്ന് മാത്രമാണ് പറഞ്ഞത് അല്ലേ. നമ്മൾ ആ ഐനെ അവിടെ ഒമിറ്റ് ചെയ്തു. കാരണം രണ്ട് ക്ലോസിന്റെയും സബ്ജക്റ്റ് ആ എക്സാമ്പിളിൽ ഒന്ന് തന്നെയായിരുന്നു. രണ്ട് ക്ലോസിന്റെയും സബ്ജക്റ്റ് ഐ ആയിരുന്നു. ഇവിടെ നമുക്ക് സബ്ജക്റ്റ് വേറെയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുമ്പോൾ ആ സബ്ജക്റ്റിനെ നമുക്ക് ഒമിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം നമ്മളിത് ഇങ്ങനെ പറയാം, ഇറ്റ് ബീയിങ് എ ഹോട്ട് ഡേ വി ക്യാൻസൽ ദ ഔട്ടിംഗ്. ആ ഇറ്റ് അവിടെ തന്നെ നിലനിർത്തണം. അതിനുശേഷം വാസിന് പകരം നമ്മൾ ബീയിങ് ഉപയോഗിച്ചു. അതാണ് നമ്മൾ ചെയ്തത്. ഇറ്റ് ബീയിങ് എ ഹോട്ട് ഡേ വി ക്യാൻസൽ ദ ഔട്ടിംഗ്. ഞങ്ങൾ ഔട്ടിംഗ് ക്യാൻസൽ ചെയ്തു. ഇറ്റ് ഒഴിവാക്കരുത്. ബീയിങ് എ ഹോട്ട് ഡേ വി ക്യാൻസൽ ദ ഔട്ടിംഗ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം നമ്മളാണ് ഹോട്ട് ഡേ എന്നായി മാറും. ഇറ്റ് ബീയിങ് എ ഹോട്ട് ഡേ എന്ന് പറയുമ്പോൾ അതൊരു ചൂട് ദിവസമായതിനാൽ എന്ന മീനിങ് വന്നു. അവിടെ ഇറ്റ് ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ അർത്ഥം നമ്മളാണ് ആ ചൂട് ദിവസം എന്നാണ്. അപ്പൊ ഇവിടെ ഇറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ ING ഫോം ഉപയോഗിക്കാം. മഴ നിന്നതിനാൽ ഞങ്ങൾ യാത്ര തുടർന്നു. ദ റെയിൻ stopped. We resumed the journey. അല്ലെങ്കിൽ we continued the journey. മഴ നിന്നു. ഇവിടെയും രണ്ട് ക്ലോസിൻ്റെയും സബ്ജക്റ്റ് രണ്ടാണ്. ആദ്യത്തെ ക്ലോസിൻ്റെ സബ്ജക്റ്റ് റെയിൻ ആണ്. രണ്ടാമത്തെ ക്ലോസിൻ്റെ സബ്ജക്റ്റ് വി ആണ്. ഇതിനെയും നമുക്ക് കണക്ട് ചെയ്യാം ING ഫോം ഉപയോഗിച്ച്. ഇവിടെ മഴ ആദ്യം നിന്നു, അതിനുശേഷം ഞങ്ങൾ യാത്ര തുടർന്നു. ഒരുമിച്ച് നടക്കുന്ന രണ്ട് കാര്യങ്ങളല്ല. ആദ്യത്തെ ആക്ഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് രണ്ടാമത്തെ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ING ഫോം മാത്രം ഉപയോഗിച്ച് കണക്ട് ചെയ്യാൻ പറ്റില്ല. ദ റെയിൻ സ്റ്റോപ്പിംഗ് എന്ന് പറഞ്ഞാൽ പോരാ. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുക ഹാവിംഗ് പ്ലസ് V3 ആണ്. ദ റെയിൻ ഹാവിംഗ് സ്റ്റോപ്ഡ് വി റെസ്യൂം ദ ജേണി. ദ റെയിൻ ഹാവിംഗ് സ്റ്റോപ്ഡ് വി റെസ്യൂം ദ ജേണി. ഇവിടെയും നമ്മൾ ആദ്യത്തെ ക്ലോസിന്റെ സബ്ജക്റ്റായ ദ റെയിൻ അവിടെ റിട്ടൈൻ ചെയ്തു. അത് അവിടെ തന്നെ വെച്ചു. അതിനുശേഷമാണ് നമ്മൾ ഹാവിംഗ് സ്റ്റോപ്ഡ് എന്ന് പറയുന്നത്. ഹാവിംഗ് സ്റ്റോപ്ഡ് വി റെസ്യൂംഡ് ദ ജേണി എന്ന് പറഞ്ഞാൽ പോരാ. എന്താണ് സ്റ്റോപ്പ് ചെയ്തത് എന്ന് നമ്മൾ പറയണം. മഴയാണ് നിന്നത്. ദ റെയിൻ ഹാവിംഗ് സ്റ്റോപ്ഡ് വി റെസ്യൂംഡ് ദ ജേണി. തെരുവിലൂടെ നടക്കുന്നതിനിടയിൽ പരിചയമുള്ള പല മുഖങ്ങളും ഞാൻ കണ്ടു. ഞാൻ തെരുവിലൂടെ സ്ട്രീറ്റിലൂടെ നടക്കുകയായിരുന്നു. ഐ വാസ് വാക്കിംഗ് എലോങ് ദ സ്ട്രീറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഐ വാസ് വാക്കിംഗ് എലോങ് ദ സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓരത്തുകൂടെ ഞാൻ നടക്കുകയായിരുന്നു എന്നർത്ഥം. ഇംഗ്ലീഷിൽ വളരെ കോമൺ ആയി പറയുന്ന ഒരു എക്സ്പ്രഷനാണ് വാക്കിംഗ് ഡൗൺ ദ സ്ട്രീറ്റ്. വാഹനത്തിലാണ് പോകുന്നതെങ്കിൽ അവർ പറയുക ഡ്രൈവിംഗ് ഡൗൺ ദ സ്ട്രീറ്റ് എന്നാണ്. ഓടിയാണ് പോകുന്നതെങ്കിൽ റണ്ണിങ് ഡൗൺ ദ സ്ട്രീറ്റ് അല്ലെങ്കിൽ റണ്ണിങ് ഡൗൺ ദ റോഡ്. ആ ഡൗണിനോട് വിശേഷിച്ച് മീനിങ് ഒന്നുമില്ല. പക്ഷേ പൊതുവെ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനാണിത്. ഐ വാസ് വാക്കിംഗ് ഡൗൺ ദ സ്ട്രീറ്റ്. ഞാൻ പരിചയമുള്ള പല മുഖങ്ങളും ഞാൻ കണ്ടു. പരിചയമുള്ള മുഖങ്ങൾ ഫെമിലിയർ ഫേസസ്. ഐ സോ മെനി ഫെമിലിയർ ഫേസസ്. പല മുഖങ്ങളും എന്ന അർത്ഥത്തിലാണ് മെനി ഫേസസ് എന്ന് പറയുന്നത്. ഐ വാസ് വാക്കിംഗ് ഡൗൺ ദ സ്ട്രീറ്റ്. ഐ സോ മെനി ഫെമിലിയർ ഫേസസ്. നടന്നു പോകുന്നതിനിടയിൽ പല മുഖങ്ങളും കണ്ടു എന്നാണ് പറയേണ്ടത്. ഒരേ സമയം നടക്കുന്ന രണ്ട് ആക്ടിവിറ്റീസ് ആണ്. എങ്ങനെ കണക്ട് ചെയ്യും? നമുക്ക് വാക്കിംഗ് എന്ന വെർബ് ഉപയോഗിച്ച് തന്നെ കണക്ട് ചെയ്യാം. ആ ING ഫോം ഉപയോഗിച്ച് തന്നെ ഇതിനെ കണക്ട് ചെയ്യാം. നമുക്കിത് ഇങ്ങനെ പറയാം. വാക്കിംഗ് ഡൗൺ ദ സ്ട്രീറ്റ് ഐ സോ മെനി ഫെമിലിയർ ഫേസസ്. പരിചയമുള്ള മുഖങ്ങൾ പല മുഖങ്ങളും ഞാൻ കണ്ടു. വാക്കിംഗ് ഡൗൺ ദ സ്ട്രീറ്റ് ഐ സോ മെനി ഫെമിലിയർ ഫേസസ്. ഏറ്റവും യോഗ്യനായ കാൻഡിഡേറ്റ് ആയതിനാൽ അയാൾക്ക് ജോലി ലഭിച്ചു. ഹി ഗോട്ട് ദ ജോബ്. ഏറ്റവും യോഗ്യനായ കാൻഡിഡേറ്റ് ദ മോസ്റ്റ് ഡിസർവിംഗ് കാൻഡിഡേറ്റ്. അത് അയാളായിരുന്നു. ഹി വാസ് ദ മോസ്റ്റ് ഡിസർവിംഗ് കാൻഡിഡേറ്റ്. ഹി വാസ് ദ മോസ്റ്റ് ഡിസർവിംഗ് കാൻഡിഡേറ്റ്. ഹി ഗോട്ട് ദ ജോബ്. എങ്ങനെ കണക്ട് ചെയ്യും? വാസിന് പകരം ബീയിങ് ഉപയോഗിച്ചാൽ മാത്രം മതി. ബീയിങ് ദ മോസ്റ്റ് ഡിസർവിംഗ് കാൻഡിഡേറ്റ് ഹി ഗോട്ട് ദ ജോബ്. ഇവിടെ രണ്ട് ക്ലോസിൻ്റെയും സബ്ജക്റ്റ് ഹി ആണ്. പിന്നെ നമ്മൾ ബീയിങ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഹി ബീയിങ് ദ മോസ്റ്റ് ഡിസർവിംഗ് കാൻഡിഡേറ്റ് എന്ന് പറയുന്നില്ല. ബീയിങ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ക്ലോസുകളുടെ സബ്ജക്റ്റ് ഡിഫറെൻ്റ് ആകുമ്പോഴാണ് നമ്മൾ ആദ്യത്തെ ക്ലോസിൻ്റെ സബ്ജക്റ്റിനെയും അവിടെ റിട്ടൈൻ ചെയ്യുക കണക്ട് ചെയ്യുന്ന സമയത്ത്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ബീയിങ് എന്ന് മാത്രം പറയുക. വാസിന് പകരം നമ്മൾ ബീയിങ് ഉപയോഗിച്ചു. ബീയിങ് ദ മോസ്റ്റ് ഡിസർവിംഗ് കാൻഡിഡേറ്റ് ഹി ഗോട്ട് ദ ജോബ്. എന്ത് പറയണമെന്ന് അറിയാത്തതിനാൽ ഞാൻ വെറുതെ ചിരിച്ചു. എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ഐ ഡിഡിൻറ്റ് നോ വാട്ട് ടു സേ. ഞാൻ വെറുതെ ചിരിച്ചു. ഐ ജസ്റ്റ് സ്മൈൽഡ്. ഇതാണ് നമ്മുടെ രണ്ട് ക്ലോസസ്. ഇതിനെ നമുക്ക് കണക്ട് ചെയ്യാൻ നോ എന്ന ആ വെർബിൻ്റെ ING ഫോം ഉപയോഗിച്ചാൽ മതി. ഇവിടെ
രണ്ട് ആക്ഷനും ഒരേ സമയമാണ് നടക്കുന്നത്. എന്ത് പറയണമെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ ചിരിച്ചു, അതാണ് പറയുന്നത്. അല്ലാതെ ആ ഒരു സിറ്റുവേഷൻ ആദ്യം കഴിഞ്ഞു പിന്നെ ഞാൻ പിന്നീട് ചിരിച്ചു, അതൊന്നും അല്ല നമുക്ക് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ നോട്ട് ഹാവിങ് നോൺ എന്നൊന്നും പറയണ്ട. അതിന് പകരം നമ്മളിവിടെ ഉപയോഗിക്കാൻ നോട്ട് നോയിങ് എന്ന വെർബാണ്. ഡിഡിൻ നോ എന്നതിന്റെ പകരമായിട്ടാണ് നമ്മൾ നോട്ട് നോയിങ് എന്ന് പറയുന്നത്. രണ്ട് ക്ലോസിന്റെയും സബ്ജക്റ്റ് ഐ ആയത് കാരണം നമ്മൾ ഐ പിന്നെ അവിടെ ഉപയോഗിക്കുന്നില്ല. നോട്ട് നോയിങ് വാട്ട് ടു സേ ഐ ജസ്റ്റ് സ്മൈൽഡ്. എന്ത് പറയണമെന്ന് അറിയാത്തതിനാൽ ഞാൻ വെറുതെ ചിരിച്ചു. നോട്ട് നോയിങ് വാട്ട് ടു സേ ഐ ജസ്റ്റ് സ്മൈൽഡ്. മരക്കൊമ്പിലിരുന്ന് പക്ഷി പാടി. പക്ഷി എവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു? മരക്കൊമ്പിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു. ദ ബേർഡ് സാറ്റ് ഓൺ എ ബ്രാഞ്ച്, അല്ലെങ്കിൽ ദ ബേർഡ് സാറ്റ് ഓൺ ദ ബ്രാഞ്ച്. ദ ബേർഡ് സാങ്, പക്ഷി പാടി. എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ദ ബേർഡ് സാറ്റ് ഓൺ എ ബ്രാഞ്ച് എന്നതിന് പകരം നമുക്ക് എന്ത് പറയാം? സിറ്റിംഗ് ഓൺ എ ബ്രാഞ്ച് എന്ന് പറയാം. ഒരേ സമയത്ത് നടക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. മരക്കൊമ്പിൽ ഇരുന്ന് പക്ഷി പാടി. മരക്കൊമ്പിൽ ആദ്യം ഇരുന്നു, അതിനുശേഷം പിന്നീട് എപ്പോഴോ പക്ഷി പാടി, അതൊന്നുമല്ല നമുക്ക് പറയേണ്ടത്. മരക്കൊമ്പിൽ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് പക്ഷി പാടുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ing ഫോം മാത്രം ഉപയോഗിച്ച് കണക്ട് ചെയ്താൽ മതി. ദ ബേർഡ് സാറ്റ് ഓൺ എ ബ്രാഞ്ച് എന്നതിന് പകരം നമ്മൾ സിറ്റിംഗ് ഓൺ എ ബ്രാഞ്ച് എന്ന് പറഞ്ഞു. രണ്ട് ക്ലോസിന്റെയും സബ്ജക്റ്റ് ബേർഡ് തന്നെയാണ്, പിന്നെ നമ്മൾ ആ ബേർഡ് ആദ്യം ഉപയോഗിക്കുന്നില്ല. സിറ്റിംഗ് ഓൺ എ ബ്രാഞ്ച് ദ ബേർഡ് സാങ്. മരക്കൊമ്പിൽ ഇരുന്ന് പക്ഷി പാടി. ജോലി പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ ഒന്ന് നടക്കാൻ പോയി. ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കി. ഐ ഫിനിഷ്ഡ് മൈ ജോബ്. ഞാൻ നടക്കാൻ പോയി. ഐ വെന്റ് ഫോർ എ വാക്ക്. ഇതാണ് നമ്മുടെ രണ്ട് ക്ലോസസ്. ഐ ഫിനിഷ്ഡ് മൈ ജോബ് അല്ലെങ്കിൽ മൈ വർക്ക്. ഐ വെന്റ് ഫോർ എ വർക്ക്. ഞാൻ നടക്കാൻ പോയി. ആദ്യം ജോലി പൂർത്തിയാക്കി, അതിനുശേഷമാണ് ഞാൻ നടക്കാൻ പോകുന്നത്, അല്ലെ? ഒരേ സമയമല്ല നടക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഹാവിംഗ് പ്ലസ് V3 ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യുന്നത്. ഹാവിംഗ് ഫിനിഷ്ഡ് മൈ വർക്ക് അല്ലെങ്കിൽ ഹാവിംഗ് ഫിനിഷ്ഡ് മൈ ജോബ്. ഐ വെന്റ് ഫോർ എ വർക്ക്. ഞാൻ ഒന്ന് നടക്കാൻ പോയി. ഹാവിംഗ് ഫിനിഷ്ഡ് മൈ വർക്ക് ഐ വെന്റ് ഫോർ എ വാക്ക്. ചുവന്ന ലൈറ്റ് കണ്ടതും ഞാൻ കാർ നിർത്തി. ഒരേ സമയം നടക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഞാൻ റെഡ് ലൈറ്റ് കണ്ടു, ഞാൻ അപ്പോഴേ കാർ നിർത്തി. ഐ സോ ദ റെഡ് ലൈറ്റ് ഐ സ്റ്റോപ്ഡ് ദ കാർ. ഇതാണ് നമ്മുടെ രണ്ട് സെന്റൻസസ്. എങ്ങനെ കണക്ട് ചെയ്യും? സോ എന്ന വെർബിന്റെ ing ഫോം ഉപയോഗിച്ചാൽ മാത്രം മതി. സീയിങ് ദ റെഡ് ലൈറ്റ് ഐ സ്റ്റോപ്ഡ് ദ കാർ. സീയിങ് ദ റെഡ് ലൈറ്റ് ഐ സ്റ്റോപ്ഡ് ദ കാർ. കാറിന് ചുറ്റും നടന്ന അയാൾ ടയേഴ്സ് പരിശോധിച്ചു. അയാൾ കാറിന് ചുറ്റും നടന്നു. ഹി വോക്ക്ഡ് അറൗണ്ട് ദ കാർ. അയാൾ ടയേഴ്സ് പരിശോധിച്ചു. ഹി ഇൻസ്പെക്റ്റഡ് ദ ടയേഴ്സ് അല്ലെങ്കിൽ ഹി എക്സാമിൻഡ് ദ ടയേഴ്സ്. ഇതാണ് നമ്മുടെ രണ്ട് ക്ലോസസ്. അയാൾ കാറിന് ചുറ്റും നടന്നു. ഹി വോക്ക്ഡ് അറൗണ്ട് ദ കാർ. ഹി എക്സാമിൻഡ് ദ ടയേഴ്സ്. നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും? വോക്ക്ഡിന് പകരം നമ്മളവിടെ എന്ത് ഉപയോഗിക്കും? വോക്കിംഗ് എന്ന് ഉപയോഗിക്കും. Walking around the car, he examined the tires. Walking around the car, he examined the tires. ഇവിടെ ഒരേ സമയമാണ് നടക്കുന്നത്. അയാൾ കാറിന് ചുറ്റും നടക്കുന്ന സമയത്താണ് അയാൾ ടയേഴ്സ് ഇൻസ്പെക്ട് ചെയ്യുന്നത്, അല്ലെ? അങ്ങനെ ഒരേ സമയം നടക്കുന്ന രണ്ട് കാര്യങ്ങളായതുകൊണ്ടാണ് നമ്മളിവിടെ ജസ്റ്റ് ing ഫോം മാത്രം ഉപയോഗിച്ചത്. ഹാവിംഗ് പ്ലസ് V3 ഉപയോഗിക്കുന്നില്ല. പാമ്പിനെ കണ്ടതും അയാൾ പിന്മാറി. ഇതും ഒരേ സമയം നടക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഹി സോ ദ സ്നേക്ക്. അയാൾ പാമ്പിനെ കണ്ടു. അയാൾ പിന്മാറി. ഹി സ്റ്റെപ്ഡ് ബാക്ക് എന്നോ ബാക്ക്ഡ് ഔട്ട് എന്നോ ഒക്കെ നമുക്ക് പറയാം. എങ്ങനെ കണക്ട് ചെയ്യും? സോ എന്നതിന്റെ ing ഫോം ഉപയോഗിക്കണം, അത്രേ ചെയ്യണ്ടു. സീയിങ് ദ സ്നേക്ക് ഹി ബാക്ക്ഡ് ഔട്ട്. സീയിങ് ദ സ്നേക്ക് ഹി ബാക്ക്ഡ് ഔട്ട്. അയാൾ പിന്മാറി. ഗേറ്റിൽ നിന്ന് പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിച്ചു. പ്രതിഷേധക്കാർ എവിടെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത്? ഗേറ്റിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. ദേ സ്റ്റുഡ് അറ്റ് ദ ഗേറ്റ് അല്ലെങ്കിൽ ദേ വേർ സ്റ്റാൻഡിങ് അറ്റ് ദ ഗേറ്റ്. അവര് ഗേറ്റിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. പ്രതിഷേധക്കാർ എന്നതിന് നമുക്ക് പ്രൊട്ടസ്റ്റേഴ്സ് എന്ന് പറയാം. മുദ്രാവാക്യം വിളിച്ചു, അതെങ്ങനെ പറയും? ഷൗട്ടഡ് സ്ലോഗൻസ് എന്ന് പറയാം അല്ലെങ്കിൽ റേസ്ഡ് സ്ലോഗൻസ് എന്ന് പറയാം. രണ്ടും നമുക്ക് പറയാവുന്നതാണ്. എങ്ങനെ കണക്ട് ചെയ്യാം? ഗേറ്റിൽ നിന്നിട്ട് അവർ മുദ്രാവാക്യം വിളിച്ചു. ഒരേ സമയം നടക്കുന്ന രണ്ട് ആക്ടിവിറ്റീസ് ആണ്. നമുക്ക് കണക്ട് ചെയ്യാൻ സ്റ്റാൻഡ് എന്ന വെർബിന്റെ ing ഫോം സ്റ്റാൻഡിങ് അത് ഉപയോഗിച്ചാൽ മാത്രം മതി. സ്റ്റാൻഡിങ് അറ്റ് ദ ഗേറ്റ് ദ പ്രൊട്ടസ്റ്റേഴ്സ് സ്റ്റാർട്ടഡ് ഷൗട്ടിംഗ് സ്ലോഗൻസ്. ദ പ്രൊട്ടസ്റ്റേഴ്സ് സ്റ്റുഡ് അറ്റ് ദ ഗേറ്റ് ദേ സ്റ്റാർട്ടഡ് ഷൗട്ടിംഗ് സ്ലോഗൻസ്. ഇതാണ് നമ്മുടെ രണ്ട് ക്ലോസസ്, രണ്ട് സെന്റൻസസ്. ആ ദ പ്രൊട്ടസ്റ്റേഴ്സ് സ്റ്റുഡ് അറ്റ് ദ ഗേറ്റിന് പകരമായിട്ടാണ് നമ്മളിവിടെ സ്റ്റാൻഡിങ് അറ്റ് ദ ഗേറ്റ് എന്ന് പറയുന്നത്. ഒരേ സമയം നടക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ing ഫോം മാത്രം ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യുന്നത്. നമുക്ക് ഹാവിംഗ് സ്റ്റുഡ് അതിന്റെ ആവശ്യമില്ല ഇവിടെ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്വീകരണ മുറിയിലേക്ക് പോയി. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് സ്വീകരണ മുറിയിലേക്ക് പോകുന്നത്. അതായത് ആദ്യത്തെ ആക്ഷൻ കംപ്ലീറ്റ് ആയിരുന്നു, അതിനുശേഷമാണ് രണ്ടാമത്തെ ആക്ഷൻ നടന്നത്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഡിന്നറോ ലഞ്ചോ അതെങ്ങനെ പറയും? വി ഹാഡ് ഡിന്നർ അല്ലെങ്കിൽ വി ഹാഡ് ലഞ്ച്.
വി എയ്റ്റ് അത് നമുക്ക് പറയാവുന്നതാണ്. നമ്മൾ ഡിന്നർ ലഞ്ച് അതെല്ലാം പറയുമ്പോൾ പിന്നെ അതിന്റെ മുന്നിൽ നമ്മൾ ഈറ്റ് എന്ന് ഉപയോഗിക്കില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുക ഹാവ് എന്ന വെർബാണ്. അപ്പോൾ വി എയ്റ്റ് ഡിന്നർ എന്നല്ല പറയുക, വി ഹാഡ് ഡിന്നർ എന്നാണ്. പക്ഷെ ആ ഡിന്നറും ലഞ്ചും അവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഈറ്റ് എന്ന വെർബ് ഉപയോഗിക്കാം. വി എയ്റ്റ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു അങ്ങനെ പറയാവുന്നതാണ്. ഇവിടെ നമുക്ക് രണ്ട് രീതിയിലും ഇത് പറയാം. ഞങ്ങൾ സ്വീകരണ മുറിയിലേക്ക് പോയി, വി വെന്റ് ടു ദ ലിവിംഗ് റൂം, അല്ലെങ്കിൽ വി റിട്ടയേർഡ് ടു ദ ലിവിംഗ് റൂം. റിട്ടയേർഡ് ടു ദ ലിവിംഗ് റൂം എന്ന് പറയുമ്പോൾ ഞങ്ങൾ അവിടെ റെസ്റ്റ് ചെയ്യാനോ മറ്റോ അങ്ങോട്ട് പോയി എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ഇതെങ്ങനെ പറയും? വി എയ്റ്റ്. അതിന് പകരം നമുക്ക് ഹാവിങ് ഈറ്റൺ എന്ന് പറയാം. ഒരു ആക്ഷൻ കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ആക്ഷൻ നടക്കുന്നത്. വി എയ്റ്റ് എന്നതിന് പകരമാണ് ഹാവിങ് ഈറ്റൺ എന്ന് ഉപയോഗിക്കുന്നത്. വി വെന്റ് ടു ദ ലിവിംഗ് റൂം അല്ലെങ്കിൽ റിട്ടയേർഡ് ടു ദ ലിവിംഗ് റൂം. നമുക്ക് ഇതിനെ തന്നെ ഹാവിങ് ഈറ്റണിന് പകരം ഹാവിങ് ഹാഡ് ഡിന്നർ അങ്ങനെയും പറയാവുന്നതാണ്. വി ഹാഡ് ഡിന്നർ ആയിരുന്നു നമ്മുടെ സെന്റൻസ് എങ്കിൽ നമ്മൾ അതിനെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുക ഹാവിങ് ഹാഡ് ഡിന്നർ എന്നതാണ്. ഹാവിങ് ഹാഡ് ഡിന്നർ വി റിട്ടയേർഡ് ടു ദ ലിവിംഗ് റൂം. ചൈനയിൽ 2-3 പ്രാവശ്യം പോയിട്ടുള്ളതിനാൽ എന്ത് പ്രതീക്ഷിക്കണമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഞാൻ ചൈനയിൽ 2-3 പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പോയിട്ടുണ്ട്. അതെങ്ങനെ പറയും? I had been to China a couple of times എന്ന് പറയാം. I had been to China a couple of times. എന്ത് പ്രതീക്ഷിക്കണമെന്ന് എനിക്കറിയാമായിരുന്നു. I knew what to expect. നമ്മുടെ ക്ലോസസ് ഇതാണ്. I had been to China a couple of times. ഞാൻ ചൈനയിൽ 2-3 പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. എന്ത് പ്രതീക്ഷിക്കണമെന്ന് എനിക്കറിയാമായിരുന്നു. I knew what to expect. അല്ല, ഇതാണ് നമ്മുടെ രണ്ട് ക്ലോസസ്. ഇനി ഇതിനെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഹാഡ് ബീന് പകരം എന്ത് ഉപയോഗിക്കും? ഹാവിങ് ബീൻ ഉപയോഗിക്കും. Having been to China a couple of times, I knew what to expect. Had been പകരം having been ഉപയോഗിച്ചു. വേറെ നമ്മൾ ഡിഫറൻസസ് ഒന്നും വരുത്തിയിട്ടില്ല. Having been to China a couple of times, I knew what to expect. 20 വർഷം അവിടെ താമസിച്ചതിനാൽ എനിക്ക് ആ നഗരത്തിന്റെ എല്ലാ ഭാഗവും അറിയാമായിരുന്നു. 20 വർഷം ഞാൻ ആ സിറ്റിയിൽ താമസിച്ചിരുന്നു എന്നർത്ഥം. I lived in that city for 20 years. എനിക്ക് ആ നഗരത്തിന്റെ എല്ലാ ഭാഗവും അറിയാമായിരുന്നു, മുക്കുമൂലയും അറിയാമായിരുന്നു. എവരി നുക്ക് ആൻഡ് കോർണർ അങ്ങനെ നമുക്ക് പറയാം. എല്ലാ ഭാഗവും എന്ന അർത്ഥത്തിലാണ് എവരി നുക്ക് ആൻഡ് കോർണർ എന്ന് പറയുന്നത്. ഐ ലീവ്ഡ് ദർ ഫോർ 20 years എന്നതിന് പകരം നമുക്ക് എന്ത് പറയാം? Having lived there for 20 years, I knew every nook and corner of the city. Having lived there for 20 years, I knew every nook and corner of the city. ഇവിടെ നമ്മൾ living there എന്നല്ല പറയുന്നത്, having lived there എന്നാണ്. ഒരു ആക്ഷന്റെ റിസൾട്ടായി മറ്റൊരു ആക്ഷൻ നടന്നു എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ having lived ഉപയോഗിക്കുന്നത്. ഒരേ സമയം നടക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ മാത്രമായി കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുക. ബീയിങ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെർബിന്റെ ing ഫോം ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഒരേ സമയം നടക്കുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയാവുന്നതിന് വേണ്ടിയാണ്. ഒന്നിന്റെ റിസൾട്ടായി മറ്റൊന്ന് നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഹാവിങ് പ്ലസ് V3 ആണ് ഉപയോഗിക്കാറ്. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എങ്ങനെ ing ഫോംസ് ഉപയോഗിച്ച് ബീയിങ്, ഹാവിങ്, അതുപോലെ തന്നെ ഹാവിങ് ബീൻ, പിന്നെ മറ്റു വേർബ്സിന്റെ ing ഫോംസും ഉപയോഗിച്ച് എങ്ങനെ രണ്ട് ക്ലോസസിനെ കണക്ട് ചെയ്യാം എന്നതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സീരീസിലെ മറ്റു വീഡിയോസും കാണുക. പാസീവ് വോയിസിനെ കുറിച്ചും ഫൈനൈറ്റ് ആൻഡ് നോൺ ഫൈനൈറ്റ് വേർബ്സിനെ കുറിച്ചും അറിയാൻ താല്പര്യമുള്ളവർക്ക് ആ രണ്ട് വീഡിയോസിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.